Good morning, sir. Shani Roji, good morning. Josmi, good morning. Good morning, sir. Yes, good morning. Good morning, sir. Anisa, Good driving, morning, sir. good morning. Sanida, Kennedy, Hasina, good morning. Good morning, sir. Yes. Sir, prayer പറയട്ടെ. പറഞ്ഞോളൂ ജോസ്മി. Lord, every day is a proof of your love as you bring us to this new day. Make us new in mind and in heart. Amen. Every day is a day of new love. കൊള്ളാം. വെരി ഗുഡ്, വെരി ഗുഡ്. എവിടുന്ന് സംഘടിപ്പിച്ചെടുത്ത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ സംഘടിപ്പിച്ചാണോ? വെരി ഗുഡ്. നല്ല വാചകം. സംഘടിപ്പിച്ചതാണ്. അത് കഴിഞ്ഞപ്പോ ഒന്ന് എഡിറ്റ് ചെയ്ത് അല്ലേ? തോന്നി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കൊള്ളാം. സൈനിങ് ഓൺ ഉണ്ടോ? Sign in പറയാം sir. ഓക്കെ ശരി. Good morning, respected Job sir. I warmly welcome you to today's session. I also welcome all my classmates who are joining us today. Thank you, sir, for guiding us and helping us in understanding the lessons. Let's begin the session. Thank you. വെരി ഗുഡ്. നല്ല ഫ്ലോ ആയിട്ട് പറഞ്ഞിട്ടാ. രാംസി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തോട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ലെറ്റ് us start. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ രണ്ട് ടൈപ്പ് പാർട്ടിസിപ്പിൾ എന്നത് പറഞ്ഞു. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയുമെന്ന് പറഞ്ഞു. അതിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മളത് മാറ്റിവെക്കുകയും പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസിനോട് കൂടി ing ചേർക്കുന്ന വേർഡിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയുള്ള പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ഈ വേർഡ് ഒരു അജക്റ്റീവായിട്ടും വെർബായിട്ടും ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിച്ചു. ഐ ഹാവ് എ കുക്കിംഗ് ചാനൽ, ഐ ഹേർഡ് എ സർപ്രൈസിങ് ന്യൂസ്, അത് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു അതൊരു വെർബായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ട് ടെൻസ് ഉണ്ട്. ഒരു ടെൻസിന്റെ പേര് പ്രസന്റ് കണ്ടിന്യൂസും രണ്ടാമത്തെ ടെൻസിന്റെ പേര് പാസ്റ്റ് കണ്ടിന്യൂസും. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ing, അവിടെ ing വരും. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ing, അവിടെയും എന്ത് വരുന്നുണ്ട്? ing വരുന്നുണ്ട്. അപ്പൊ ആ രണ്ട് ടെൻസിലാണ് മെയിൻ ആയിട്ട് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ടിസിപ്പിളിനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. അതിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ കഴിഞ്ഞു. നമ്മൾ പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് V1, V2, V3. ആ V3 ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അതുമല്ല എങ്കിൽ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. രേവതി, ഗുഡ് മോർണിംഗ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, വീണ്ടും ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള വേർഡ് ഒരു അജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇപ്പൊ റിട്ടൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണല്ലോ. നമുക്ക് പറയാം ഐ ഗേവ് എ റിട്ടൺ കംപ്ലൈന്റ് ടു ദ പോലീസ് സ്റ്റേഷൻ. കംപ്ലൈന്റ് എന്ന് പറഞ്ഞ നൗണാണ്. ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്ന വേർഡ് ഏതാണ്? റിട്ടൺ കംപ്ലൈന്റ്. അപ്പൊ റിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. അതൊരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. യെസ്, ഓക്കെ. ഇനി നമ്മൾ വേറെ പറഞ്ഞു ഐ സോ എ ബ്രോക്കൺ വിൻഡോ. ഞാനൊരു പൊട്ടിയ ജനാല കണ്ടു. ബ്രേക്ക് പ്രസന്റ് ടെൻസ് ആണ്, ബ്രോക്ക് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ബ്രോക്കൺ.
ബ്രോക്കൺ വിൻഡോ. വിൻഡോ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള വിൻഡോ? ബ്രോക്കൺ വിൻഡോ, പൊട്ടിയ വിൻഡോ. യെസ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഈസ് എ ഡെവലപ്ഡ് കൺട്രി. ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻസ് ആണ്. ഇതിന്റെ പാസൻസ് എന്താണ്? ഡെവലപ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഡെവലപ്ഡ്. അത് വിശേഷിപ്പിക്കുകയാണ് കൺട്രി, രാജ്യം. എങ്ങനെയുള്ള രാജ്യം? വികസിച്ച രാജ്യം. ഓക്കെ, ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. റെഡിയല്ലേ? സംശയമൊന്നുമില്ലല്ലോ? സാർ ഇന്ത്യ ഡെവലപ്പിംഗ് നേഷൻ അല്ലേ, ഡെവലപ്ഡ് അല്ലല്ലോ? ഒന്നുകൂടി പറഞ്ഞ കേട്ടില്ല രേവതി. ഇന്ത്യ ഡെവലപ്പിംഗ് നേഷൻ അല്ലേ, ഡെവലപ്ഡ് അല്ലല്ലോ എന്ന്. ശരി, ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി എന്നാ പറയുന്നത്. യെസ്, കറക്റ്റ്. ഞാൻ ആ സെന്റൻസ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഡെവലപ്പ് എന്ന് പറയുന്നത് 3 രീതിയിലാണ് വിഭജിച്ചിരിക്കുന്നത് രാജ്യങ്ങളെ: ഡെവലപ്ഡ്, അണ്ടർ ഡെവലപ്ഡ്, ഡെവലപ്പിംഗ്. യെസ്, ഓക്കെ. എന്ത് നോക്കിയിട്ടാണ് ഒരു രാജ്യത്തിന്റെ വികസിച്ച രാജ്യമാണോ വികസിക്കാത്ത രാജ്യമാണോ എന്ന് നോക്കുന്നത്? യെസ്, പുറമെ നമുക്ക് പണക്കാരനാണ് പണക്കാരിയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കാറുണ്ട, ബൈക്ക് ഉണ്ട്, നല്ല സാരി ഉണ്ട്, പോക്കും പരവും എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അതിന് നോക്കുന്നത് ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ഇതായിട്ടുള്ള രാജ്യങ്ങളല്ലേ? അല്ല, അതിനൊരു വേർഡ് ഉണ്ട്, GDP എന്ന് പറയും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഡൊമസ്റ്റിക്. GDP എന്ന് പറയുന്ന സംഗതി നോക്കിയിട്ടാണ് ഒരു രാജ്യം വികസിച്ചതാണോ വികസിക്കാത്തതാണോ എന്ന് തീരുമാനിക്കുക. GDP ആണ് നോക്കുന്നത്. അതിന്റെ ഇൻഡിക്കേറ്റർ GDP ആണ്. യെസ്, ഓക്കെ ഓക്കെ. ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട്? യെസ്, 190 മുകളിലുണ്ട് കേട്ടാ. ലോകത്ത് അറിയപ്പെടുന്ന രാജ്യങ്ങള് 190, 190. ഈ 190 എന്ന് പറയുന്ന കണക്ക് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലോകത്ത് ഒരു സംഘടനയുണ്ട്, UNO എന്ന് പറയും, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, UN. ആ UNO എന്ന് പറയുന്ന സംഘടനയിലുള്ള ഓരോ രാജ്യങ്ങളും അതിൻ്റെ അകത്ത് അംഗങ്ങളാണ്. ഏതാണ്ട് 192ഓളം രാജ്യങ്ങൾ ആ UNO സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തു, അംഗമാണ്. ഇന്ത്യയും മെമ്പറാണ്. യെസ്, അതുകൊണ്ട് അതിൻ്റെ അകത്ത് UNOയിൽ അംഗമില്ലാത്ത രാജ്യങ്ങൾ വേറെ ഉണ്ടാവും, ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. യെസ്, കുഞ്ഞു രാജ്യങ്ങൾ, ഇപ്പോൾ വത്തിക്കാൻ ചെറിയ രാജ്യമല്ലേ. യെസ്, അതിനേക്കാളൊക്കെ ചെറുതൊക്കെ വത്തിക്കാൻ്റെ പോലെ തന്നെ ചെറിയ രാജ്യങ്ങളുണ്ട്. ഇവരുടെ കടലിന്റെ ഇടയ്ക്കുള്ള കുഞ്ഞു രാജ്യം. യെസ്, ഇപ്പൊ നമ്മൾ പിസായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കേരളത്തിന്റെ അത്ര ഉള്ളൂ. യെസ്, അതൊരു രാജ്യമാണ് എന്ന് പറയുന്ന പോലെ കുഞ്ഞു രാജ്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അത് അറിയപ്പെടാം. 192ഓളം വരുന്ന രാജ്യങ്ങൾ ലോകത്ത് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആരും പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരാത്തൊരു കേസ്. അപ്പൊ ഈ ലോകത്തെ 192 രാജ്യങ്ങൾ പറഞ്ഞല്ലോ, അതിലൊരു രാജ്യമാണ് ഇന്ത്യ. അതില് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ് അല്ലേ? അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. അപ്പൊ അതുകൊണ്ടാണ് പല കമ്പനികളും, ചൈനീസ് ആണെങ്കിലും വേറെ എന്ത് കമ്പനി ആണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് അവരുടെ സാധനങ്ങൾ വിൽക്കുന്നത്. കാരണം ജനങ്ങളിലോട്ട് വിറ്റാലല്ലേ സംഗതി ചെലവായി പോകും. യെസ്, അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ ഒരു മാർക്കറ്റും കൂടിയാണ്. യെസ്, ചൈന ഇന്ത്യയിലേക്ക് ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊതുകിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആ ബാറ്റില്ലേ, അതെല്ലാം ഏതാണ്? ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. യെസ്, ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ചൈനീസാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ഒരുപാട് പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. പിന്നെ അത് പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഈ ജനസംഖ്യ, ഓരോ രാജ്യത്തെയും ജനസംഖ്യയെ നമുക്ക് 3ആയിട്ട് വിഭജിക്കാം. ഒന്ന് കുട്ടികൾ, ചെറുപ്പക്കാർ, മുതിർന്നവർ. ഞാൻ 3 കൂടുതൽ ഗ്രൂപ്പ് ഉണ്ടാകാം. ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് സമയക്കുറവുകൾ പെട്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ 3 ഗ്രൂപ്പ് ആക്കിയിരിക്കുന്നു. കുട്ടികൾ, ചെറുപ്പക്കാർ, മുതിർന്നവർ. അത് 3 ഗ്രൂപ്പായിട്ട് നമുക്ക് മൊത്തം ജനസംഖ്യ വിഭജിക്കും, ഒരു രാജ്യത്തെ ജനസംഖ്യ വിഭജിക്കാം. ഈ 2050 ആകുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യം അത് ഇന്ത്യയിൽ. 2050 ലോകത്ത് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ. ഇതിന്
ലോകത്തുള്ള പല രാജ്യങ്ങളും പേടിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇത്രയും ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം പല ലോകരാജ്യങ്ങൾക്കും അറിയാം. ഇതിനെ തടയിടാനും കൂടി വേണ്ടിയിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവര് കുറഞ്ഞ നിരക്കില് മയക്കുമരുന്നുകൾ ഇറക്കി കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് ഈ സംഗതി കൊടുത്ത് അവരുടെ ബ്രെയിനൊക്കെ മരവിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പക്കാരായിട്ട് ആൾക്കാരുണ്ടെങ്കിലും ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളല്ലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട ലോകരാജ്യങ്ങളുടെ ഇടയിലുണ്ട്. യെസ്, അത് എത്ര പേർക്ക് അതിനെ കുറിച്ച് അറിയാമെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ മയക്കുമരുന്നൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വിദേശ രാജ്യക്കാരെ അതിൻ്റെ അകത്ത് വരും. നൈജീരിയ മറ്റേ നമ്മുടെ പുറത്തൊക്കെ ഒരാളെ അതിൻ്റെ അകത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ ഈ നമ്മുടെ മുൾക്കാങ്കടയിൽ വിൽക്കുന്നതല്ല, അതിൻ്റെയൊക്കെ അറ്റത്തൊരാളില്ലേ, ഒരു കണ്ണി, അത് ഇറക്കി കൊടുക്കുന്ന ആളുകൾ. അത് വരുമ്പോൾ വിദേശിയിലേക്ക്. ഇതിന്റെ കാരണം ഇതാണ്. യെസ്, അപ്പോ ചെറുപ്പക്കാരെ ആയിക്കോട്ടെ, പക്ഷെ അവര് ബോധമില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. കറക്റ്റായില്ലേ? യെസ്, ഇതാണ് ഒരു ഹിഡൻ അജണ്ട. അതുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന മാഫിയ വളരെ ശക്തമാണെന്ന് പറയാനുള്ള കാരണം. യെസ്, ഓക്കെ. അപ്പൊ അത് പോകട്ടെ. അത് നിങ്ങൾക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ പറഞ്ഞ് അവരത് കൺവിൻസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സംഭവം കേട്ടോ. അതുകൊണ്ടാണ് വിദേശ രാജ്യത്ത് നിന്നൊക്കെ മയക്കുമരുന്നുകൾ അവരെ ഇറക്കി കൊടുക്കുന്നത്. യെസ്, ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല. ഓക്കെ. അപ്പൊ നമ്മള് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതി ഒരു അജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി നമ്മൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതി എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഒരു വെർബായിട്ട് ഉപയോഗിക്കുന്നു. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ. യെസ്, വെർബായിട്ട് ഉപയോഗിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒരു വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് 2 ടെൻസിൽ വരുമെന്ന് പറഞ്ഞു. ആ 2 ടെൻസിന്റെ പേരാണ് പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും. അതുപോലെ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഒരു വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ 2 ടെൻസിൽ പ്രധാനമായിട്ടുണ്ട്. ആ 2 ടെൻസിന്റെ പേരാണ് ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ്, 2 പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ. അപ്പൊ രേവതി, യെസ്, ഞാനൊരു ചോദ്യം ചോദിക്കാണ്, മ്യൂട്ട് ചെയ്തോ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. യെസ്, അതായത് രാവിലെ 9 മണിക്ക് ഭർത്താവ് ജോലിക്ക് പോയി. 9:01 ഭർത്താവിന്റെ ഒരു കൂട്ടുകാരൻ ഭർത്താവിനെ അന്വേഷിച്ചു വന്നു. അപ്പൊ രേവതി പറയാണ്, കൂട്ടുകാരനോട് പറയാണ്, ആള് പോയി എന്ന് പറയുന്നത്. ആ പറയുന്നത് കേൾക്കുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്ക് തോന്നണം പോയിട്ട് അധികം നേരമായിട്ടില്ല എന്ന് തോന്നണം. എങ്ങനെ പറയും? പിന്നെ രേവതി പറയുന്ന വാക്കില് സമയം പറയാൻ പാടില്ല, ജസ്റ്റ് എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിക്കാൻ പാടില്ല. ഈ 2 വാക്കുകളും ഉപയോഗിക്കാതെ പറയാൻ വേണം. He lived now ആണോ? He just lived now ആണോ അതോ he lived now ആണോ? ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ജസ്റ്റ് ഉപയോഗിക്കും. എനിക്കറിയാം ജസ്റ്റ് ഇട്ട് ഓട്ടോ എടുക്കൊന്നിരിക്കാൻ ആദ്യമേ പറഞ്ഞത് ജസ്റ്റ് വേണ്ട. അല്ലെങ്കിൽ പറയാൻ ഇപ്പൊ 9:30 9:30 പോയിട്ടത് സമയവും പറയണ്ട. പക്ഷെ രേവതി പറയുമ്പോ he lived മറ്റൊന്നും വെച്ച് കൊടുക്കൂല. ഒരു ആ തള്ളിന് ആ പുള്ളി അങ്ങനെ ചെന്നാ ഇപ്പൊ കാണാൻ പുള്ളിനെ. യെസ്, ഓക്കെ, വെരി ഗുഡ്. ആ സ്ഥലത്താണ് നമ്മൾ ഈ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് തന്നെ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സിറ്റുവേഷൻ അതാണ്, ഇമ്മീഡിയറ്റ് പാസ്റ്റ്, തൊട്ട് മുമ്പ് സംഭവിച്ചത് അല്ലെ, ജസ്റ്റ് ഹാപ്പൻഡ്. അതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഇതിലേതെങ്കിലും ആണ് ഹാസ് ഓർ ഹാവ്.
അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വെച്ചാൽ V3 മൂന്നാമത്തെ ഫോം അത് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ രേവതി വന്ന ആളോട് പറയേണ്ടത് എന്താണ്? രണ്ട് രീതിയിൽ പറയാം. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, എന്റെ പാസ്റ്റൻസ് ആണ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ, GON ഗോൺ. അപ്പൊ രേവതി പറയേണ്ടത് മൈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹി വരുമ്പോ ഹാസ് വരും, ഹി ഹാസ് ഗോൺ. അപ്പോ കേൾക്കുന്ന ആൾ നോക്കും, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ പോയുള്ളൂ എന്നാണ്. യെസ്. അപ്പോ വന്നൊക്കെ ടെൻസിനെ കുറിച്ച് അറിയാൻ പറ്റണം അല്ലേ രേവതി? അങ്ങേർക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പാടില്ല എങ്കിൽ പിന്നെ ചോദിക്കൂലേ? ഓക്കെ. ഇനി രേവതിക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി പറയാം. ഹീ വെന്റ് എന്നും പറയാം, അവൻ പോയി. ആ ഹീ വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ നേരത്തെ പോയി എന്നർത്ഥമുണ്ട്. യെസ്. അപ്പൊ അവൻ പോയി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്, തൊട്ട് മുമ്പ് നടന്ന സംഭവമാണ്. ഇങ്ങനത്തെ പോയിന്റ്. അപ്പൊ സബ്ജക്റ്റ് വേണം, ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം. ഇത് രണ്ടും കഴിഞ്ഞാല് വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. മൂന്നാമത്തെ ഫോം ഹി ഹാസ് ഗോൺ, ഷീ ഹാസ് ട്രൈ, യു ഹാവ് സ്റ്റഡീഡ്. ഏതിന്റെ കൂടെയൊക്കെ ഹാസ് വരും, ഏതിന്റെ കൂടെയൊക്കെ ഹാവ് വരും എന്ന് നിങ്ങൾക്കറിയാലോ. ഹി ഹാസ്, ഷീ ഹാസ്, ഒരു സിംഗുലർ ഏകവചനം, ബാക്കിയുള്ള എല്ലാത്തിൻ്റെ കൂടെ ഹാവ് വരും. ഓക്കെ. അപ്പൊ ശനി റോജി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വെറുതെ ഒന്ന് പറഞ്ഞു, ഇവരൊക്കെ ഒന്ന് ഞെട്ടട്ടെ. ഏതാ സാറേ? ഇപ്പൊ എടുത്തതല്ലേ? ഒരു സബ്ജക്റ്റ് പറ, നമുക്ക് അവിടെ നിന്ന് തുടങ്ങി. എല്ലാവരും കൂടി ആലോചിച്ച് വരുമ്പോൾ കിട്ടൂല. ഒരു സബ്ജക്റ്റ് പറ. They have studied. They have studied English grammar. ഓ, നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കട്ടെ. They have studied English grammar. കറക്റ്റ് ആണോ? വേറെ? They are joined training teaching practice. Yes. They have joined teaching practice. Correct ആണോ? They are used they are They have കേട്ടോ. they have യൂസ്ഡ്. കറക്റ്റ് ആണ്, അത്ര കറക്റ്റ് ആണ്. ഇനി എന്തെങ്കിലും സാധനം ചേർത്തോ? used teaching object. ഒക്കെ പഠിക്കുന്ന സാധനത്തിൽ തന്നെ കിടക്കുകയാണ്. They have used teaching object. ഇനി അവിടെ നിന്നേ ഹാവ് വിട്ടിട്ട് ഹാസ് പിടിച്ച്. ഹാവ് പറഞ്ഞു മൂന്നെണ്ണം, ഹാസ് വെച്ച് പറഞ്ഞു. ഇന്ന് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിയ ആരാണ്? ഞാൻ തന്നെയാണ്. she has gone to school. സ്കൂൾ ഓർ മാർക്കറ്റ്. ഓക്കെ. ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ മൈ മദർ പറയല. മൈ മദർ ഹാസ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ്. അല്ല, അങ്ങനെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണെന്ന് ചോദിച്ചേട്ടാ. വെരി ഗുഡ്. കണ്ടിന്യൂ. ഓരോട് പറയാം. I have gone to the Anganwadi. Yes, I have gone to Anganwadi. Okay, ശരി. വെരി ഗുഡ്. ശരിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല, കാരണം ശനിയാണ് ആദ്യത്തെ ആള് പറയേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്ക് ചിന്തിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ശനി ഒന്ന് പതറിയത് പറയാൻ പറ്റൂല, പിടിച്ചു തന്നു. വെരി ഗുഡ്. ഹസീന പറയൂ, പട്ടപ്പെട്ടാന്ന് പറയൂ. I have finished my work. Yes, correct. She has cleaned the room. He has cleaned the room. Yes, correct. Children have gone to the school. Very good. Children. Child കുട്ടിയാണ്. Children എന്ന് പറയുമ്പോൾ പ്ലൂറലായി. Very good. Children have gone to school. Correct. My mother has cooked breakfast. Yes, my mother has cooked breakfast. Okay. Baby has fallen to sleep.
യെസ്. ഓക്കെ. ഉറക്കത്തിലേക്ക് വീണു. പോട്ടെ. ആ ഭാവനയെ ഞാൻ അഭിനന്ദിച്ചു. That's all. വെരി ഗുഡ് ഹസീന. യെസ്, ഹസീന അവിടെ നിന്ന് നോക്കിയിട്ടാണ് പറഞ്ഞത് അല്ലെ. വെരി ഗുഡ്. കെന്നഡി പറയൂ. Sir, പറഞ്ഞോളൂ. I have eaten my breakfast. വെരി ഗുഡ്. Mm, We have played football. They have played football. Okay. ഏതാണ് കെന്നഡിയുടെ ടീം? ഏതാണ് In the കെന്നഡിയുടെ ടീം? ഏതാണ്? Argentina. അർജന്റീന. വെരി ഗുഡ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കളി കണ്ടായിരുന്നോ? കണ്ടിരുന്നു. അതെ. ടെൻഷൻ അടിച്ചായിരുന്നോ? ശരിക്കും അല്ലേ? അതിന്റെ പല റീലുകളും പല വീടുകളിലുള്ള ഇതൊക്കെ കാണുമ്പോഴേ എത്രമാത്രം ആളുകള് അതിൻ്റെ അകത്ത് പെൺകുട്ടികളൊക്കെ എത്ര ഇൻവോൾവ്ഡ് ആണെന്ന് മനസ്സിലാവും. അർജന്റീന ഗോൾ അടിക്കാതിരിക്കുന്ന സമയത്ത് ഒരു റീല് കണ്ടപ്പോ അതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിയുടെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ നെഞ്ചത്തോടൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. യെസ്. അപ്പൊ അവരുടെ ആ കണ്ണുനീരൊക്കെ കാണുമ്പോൾ അറിയാം ഹൗ ഡീപ്ലി ദേ ആർ ഇൻവോൾവ്ഡ്. ഓക്കെ കെന്നഡി പറഞ്ഞോളൂ. I have got a beautiful diary. Okay, very good. That's it. She has just gone to the office. Okay, she has just gone to the office. Correct. ഓക്കെ കെന്നഡി, കുഴപ്പമില്ല. അത്രയും പറഞ്ഞില്ല. വെരി ഗുഡ്. അലീസ, കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ, പറയൂ. Yes, sir. യെസ്, പറഞ്ഞോളൂ. Okay. I have cooked fish curry. I have cooked fish curry. Correct. They have gone to the hospital. Correct. അപ്പോ He has. ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത്, they have gone to the hospital ആണ് ഉദ്ദേശിച്ചത്, to hospital ആണ് ഉദ്ദേശിച്ചത്? കറക്റ്റ്. To the hospital. എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ കാണാനല്ല. വെരി ഗുഡ്. വെരി ഗുഡ്. അത് ഓർത്തിരുന്നല്ല, ഇത് നല്ല കാര്യം കേട്ടോ. ഒറ്റ മിനിറ്റ്. ഇത് നേരത്തെ ഹസീന പറഞ്ഞപ്പോഴും പറഞ്ഞു ചിൽഡ്രൻ ഹാസ് ഗോൺ ടു സ്കൂൾ എന്ന് പറഞ്ഞു. ഹാവ് ഗോൺ ടു സ്കൂൾ. പഠിക്കാനാണ് പോകുന്നതെങ്കിൽ അത് കറക്റ്റാണ്. പഠിക്കാനല്ല, അവിടെ ചെന്ന് ടീച്ചറെ കണ്ടെന്തോ കാര്യം പറയാൻ വേണ്ടി പോവുകയാണെങ്കിൽ ടു ദ സ്കൂൾ എന്ന് പറയണം. ഡോക്ടറെ കാണാനാണ് പോകുന്നതെങ്കിൽ അലീസ പറഞ്ഞ പോലെ ടു ഹോസ്പിറ്റലാണ്. ഡോക്ടറെ കാണാനല്ല, അവിടെ ചെന്ന് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണെങ്കിൽ ആ പ്രൈമറി നീഡ്സ് അല്ല എങ്കിൽ ടു ദ ഹോസ്പിറ്റൽ. ഓക്കെ അലീസ, വെരി ഗുഡ്. കണ്ടിന്യൂ. He has broken the TV. യെസ്, കറക്റ്റ്. അടുത്ത പറഞ്ഞ എനിക്ക് കിട്ടില്ല. She has clean എന്നുള്ളതിന്റെ വെർബ് 3 ഏതാ? ഒരു ഇടി ചേർത്താൽ മതി. Cleaned. She has cleaned the wall. യെസ്, കറക്റ്റ്. അത്ര എഴുതിയുള്ളൂ സർ. വെരി ഗുഡ് അലീസ, വെരി ഗുഡ്. രാംസി പറഞ്ഞേ. Sir, പറഞ്ഞോളൂ. I have finished my homework. I have finished my homework. Correct. She has gone to the market. Correct. The movie has started already. Oh, very good. Already got over. The movie has started already. അടുത്ത ഈ സാധനം വേണ്ടി വരും കേട്ടോ. Okay. Very good. She has told the true story. Yes, correct. I have learned English. Yes, I have learned English from our English class. Okay. Very good. രാംസി. രേവതി പറയൂ. രേവതി അവിടെ ഞാൻ പറഞ്ഞപ്പോൾ തുടങ്ങി കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, പറഞ്ഞോളൂ രേവതി. കസ്റ്റമർ ഉണ്ടായിരുന്നു, അതാ പോയെ. She has wrote the letter. Yes, she has written the letter. Written. Past tense ആണ്. Past tense ആണ്. Written.
They have played football. Correct. They have cooked biryani. Yes, correct. Venu has left the stadium. Yes. I have passed a driving test. Yes, I have passed the driving test. പാസ്സായ ഇല്ല. ഇല്ല, വെറുതെ ആശ്വാസം പറഞ്ഞാണല്ലേ. യെസ്. അലീസിനെ ടെസ്റ്റ് കഴിഞ്ഞോ? ഇല്ല സർ, 31st-നാണ്. 31st-നാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഓക്കെ, രേവതി. ഷൈബ പറയൂ. Sir, I have seen that movie. യെസ്, ഐ ഹാവ് സീൻ അല്ലേ, കറക്റ്റ് ആണ്. I have read that book. ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം, READ തന്നെയാണ് എഴുതുക. പക്ഷേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ റീഡ് എന്ന് പറയരുത്, റെഡ് എന്ന് പറയണം. റീഡ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് റെഡ് ആണ്. സ്പെല്ലിംഗ് അത് തന്നെയാണ്. യെസ്, ഐ റീഡ് എവരി ഡേ, ഐ റെഡ് യെസ്റ്റർഡേ. കേട്ടോ, അപ്പൊ റീഡിന് സ്പെല്ലിംഗ് പക്ഷെ റെഡ് എന്ന് പറയണം. I have finished my work. യെസ്, ഇത് ഫിനിഷ്ഡ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഐ ഹാവ് ഫിനിഷ്ഡ് ഹോംവർക്ക്, ഫിനിഷ്ഡ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാം. വീട്ടിലെ പണികളൊക്കെ ഇന്ന് 11:30 തീർത്തല്ലോ. അപ്പൊ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഡൊമസ്റ്റിക് വർക്ക്. ഒരു വാക്കുകൂടി അതിന്റെ ചേർത്ത്, ആ വർക്കിന്റെ മുന്നിൽ ഒരു അഡ്ജക്റ്റീവ് ഇടും. വീട്ടിലെ പണികളൊക്കെ ഞാൻ തീർത്തു. യെസ്, അടുത്തത്. I have eaten food. യെസ്, ഐ ഹാവ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. She has already cooked dinner. യെസ്, ഓക്കെ. Through. വെരി മതി. എന്തിനധികം? സ്വപ്ന പറയൂ. Sir, Ah. she has written her exam very well. വെരി ഗുഡ്. They have gone to the market. കറക്റ്റ്. I have cleaned my room. യെസ്, കറക്റ്റ്. He has money to. അത് അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു, അത് എനിക്ക് ശരിയായില്ല, തെറ്റാണ്. He has money to buy new shoes. വെരി ഗുഡ്, വെരി ഗുഡ്. ആ മണിയുടെ കേസ് ഒന്ന് പറഞ്ഞു. He has money to buy new shoes. അത് കറക്റ്റ് ആണ്. പക്ഷെ അതിനകത്ത് അത് സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷേ ആ സാധനം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് വരില്ല. എന്തുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് വരാത്തെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരോടും കൂടി വേണ്ടി പറയുന്നതാണ്. നമ്മൾ നിയമം അനുസരിച്ച് സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞ് വെർബിന്റെ മൂന്നാമത്തെ ഫോമില്ല. ഇപ്പൊ സബ്ജക്ട് പറഞ്ഞ ഹാസ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് വന്നേക്കണേ. എല്ലാ മണി എന്നാ വന്നേക്കണേ. അത് വെർബിന്റെ മൂന്നാമത്തെ ഫോമല്ല, അതൊരു നൗണാണ്. സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അത് സിമ്പിൾ പ്രസന്റിലോട്ട് കയറി വേണ്ടത്. യെസ്, ഓക്കെ. I have broken my mirror. യെസ്, വെരി ഗുഡ്. I have sung a new song. യെസ്, ഐ ഹാവ് സങ് എ ന്യൂ സോങ്. കറക്റ്റ്. അത്രേ ഉള്ളൂ സാറേ. വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞ മുഴുവനും മെഡിക്കൽ ഐറ്റംസ് ഉണ്ട്. രണ്ടുപേരും കൂടെ ഉള്ളൂ. സനിത പറയൂ. Yes, sir. I have gone to the classroom. ഐ ഹാവ് ഗോൺ ടു എ ക്ലാസ് റൂം. വെരി ഗുഡ്. I have seen that movie. യെസ്, കറക്റ്റ്. സീ, സോ, സീൻ. കറക്റ്റ്. My mother has cooked food. യെസ്. She has brought a new car. യെസ്, കറക്റ്റ്. I have drunk water. കറക്റ്റ്. അത്രയും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരാളും കൂടി ഉണ്ട്. പ്രിയ ജോയ് പറയൂ. I have prepared breakfast. Yes, correct. My son has completed his homework. Correct. She has drunk milk. Correct. Children have written the stories. Yes, correct. He has gone to Lulu Mall for watching movie. Oh, very good. He has gone for driving test. Yes, correct. My daughter gone to school.
Yes. അതിനകത്ത് my daughter has or have ചേർക്കാൻ വിട്ടുപോയി. Okay, my doctor has. Has. Correct. Okay. Very good. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മള് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒരു വെർബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിൽ നമ്മളത് ഉപയോഗിക്കും. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിൽ നമ്മളത് ഉപയോഗിക്കും. ഇനി അടുത്തൊരു ടെൻസ് ഉണ്ട്. ആ ടെൻസിന്റെ പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? സാറേ ഒരു ഡൗട്ട് ഉണ്ടേ. ചോദിച്ചോ. അപ്പൊ നമ്മൾ ഷീ ദേ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഉപയോഗിച്ചത് ആദ്യം ആ വേർഡ് ആ സ്റ്റാർട്ടിങ് ഷീ ദേ ഹാ അതൊക്കെ ഐ ഒക്കെ. അപ്പൊ ഇപ്പം ഇറ്റ് വരികയാണെങ്കിലും ഫാദർ എന്ന് വരികയാണെങ്കിലും പിന്നെ പേര് വരികയാണെങ്കിലും അതും കൂടെ അന്നേരം ഏതാ ഉപയോഗിക്കേണ്ടതെന്ന് ഒന്നുകൂടെ പറയാവോ? ഇവിടെ പ്രിയ പറഞ്ഞപ്പോഴും ഹസീന പറഞ്ഞപ്പോഴും ചൈൽഡ് ചിൽഡ്രനും വന്നു. അപ്പോ നമ്മൾ നോക്കാം സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. പ്ലൂറൽ ആണ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഹാവ് വരും, ഒന്നിൽ കുറവാണെങ്കിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഹാസ് വരും. ഇനി സ്വപ്ന പറഞ്ഞ കാര്യം ശരിയാണ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, അപ്പൊ ഒരെണ്ണം ഉള്ളൂ കേട്ടാ. അപ്പൊ അതും ഇറ്റ് ഹാസ്, ഇറ്റിന്റെ കൂടെ ഹാസ്. പിന്നെ ബോയ് ആണെങ്കിൽ ഹാസ്, ബോയ്സ് ആണെങ്കിൽ അപ്പൊ ഹാവ് വരും. ഗേൾ ആണെങ്കിൽ ഹാസ്, ഗേൾസ് ആണെങ്കിൽ അപ്പൊ ഹാവ്. ഓക്കെ അത് പറഞ്ഞാൽ സാറേ ഫാദർ മദർ അങ്ങനെയൊക്കെ വന്നാലോ? അപ്പോൾ ഒരാളല്ലോ മൈ ഫാദർ മൈ മദർ. അപ്പൊ പേരാ വന്നാലും അങ്ങനെ തന്നെ വരത്തുള്ളൂ. ഇപ്പൊ ഡാൻസ് വല്ല സ്വപ്ന അങ്ങനെ വരുമ്പോ സ്വപ്ന ഹാവോ ഹാസോ അങ്ങനെ എന്താ? മനസ്സിലായി സാർ. പറഞ്ഞല്ലോ മൈ മദർ ഹാസ് കുക്ക്ഡ് ഫുഡ് എന്ന് പറഞ്ഞല്ലോ. മൈ മദർ ഹാസ് കുക്ക്ഡ്. യെസ്, അമ്മയും അച്ഛനും ഓരോന്നുണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അങ്കിൾമാർ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് മൈ അങ്കിൾസ് എന്താണ് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലൂറൽ ഹാവ് ഉപയോഗിക്കേണ്ടി വരും. ഇതിനെ വെച്ച് മൈ അങ്കിൾ ഒരാൾ ഉദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ അവിടെ ഹാസ്. ഓക്കെ ഇനി നമ്മൾ അടുത്ത ഒരു സംഗതിയിലോട്ട് കിടക്കുകയാണ്. യെസ്, നെക്സ്റ്റ് ടെൻസിന്റെ പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, ആഡ്, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. സബ്ജക്റ്റ് ആദ്യം ഉപയോഗിക്കുക, ആഡ് ഉപയോഗിക്കുക, പിന്നെ എന്ത് ഉപയോഗിക്കുക? വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. ഇതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. യെസ്, അപ്പോ ഞാൻ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ജസ്റ്റ് ഇമ്മീഡിയറ്റ് പാസ്റ്റ്, തൊട്ട് മുമ്പ് സംഭവിച്ചത്. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അത് എങ്ങനെ സംഭവിച്ച കാര്യമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, പ്രിയ ജോയി എന്ന് പറഞ്ഞാൽ ഭർത്താവല്ലേ? പ്രിയ പോയ സാറേ ഒന്നും കൂടി പറയാവോ? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, പ്രിയ വരുമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ശനിയെ വിളിക്കാം. ശനി, ശനിയുടെ ഭർത്താവിന്റെ പേരെന്താണ്? റോജി. വെരി ഗുഡ്. ശനിയുടെ കല്യാണം കഴിഞ്ഞ എന്താണ്? 2012. യെസ്, അപ്പൊ ഇനി നമുക്ക് സിറ്റുവേഷൻ പറയാം. ചോദ്യവും ശനിയോട് തന്നെയാണ്. ഇത് പറയുന്നത് ഇമാജിനറി സിറ്റുവേഷൻ അല്ല, റിയൽ അല്ല. അപ്പൊ 2012 റോജി ശനിയെ വിവാഹം കഴിച്ചു. 2012. 2010 റോജി ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഞാനിപ്പോ തൽക്കാലം ആ പെൺകുട്ടിയുടെ പേര് മിനി എന്ന് പറയുന്നു, വെറുതെ കേട്ടോ. അത് 2010 മനസ്സിലാക്ക. 2010 റോജി മിനിയെ സ്നേഹിച്ചു. ഞാനേ വേറൊരു ക്ലാസ്സില് ഇതുപോലെ എക്സാമ്പിൾ പറഞ്ഞപ്പോ തന്നെ സാറ് പേരതല്ല ഞാൻ പറയാൻ പേര്, ആ പേര് തെറ്റിക്കോ എന്ന് പറഞ്ഞു. യെസ്, അപ്പൊ നമുക്ക് പറയാം. അപ്പൊ 2010 റോജി ആരെ സ്നേഹിച്ചു? മിനിയെ സ്നേഹിച്ചു. 2012 റോജി ശനിയെ വിവാഹം കഴിച്ചു.
2025 ഈ റോജി നമ്മളോട് പറയുകയാണ്, ഞാൻ ശനിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് റോജിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സംഭവം. ഞാൻ ശനിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് റോജിയെ മിനിയെ സ്നേഹിച്ചിരുന്നു. സോറി റോജിയല്ല, മിനിയെ. യെസ്. അപ്പൊ അലീസ, അപ്പൊ കുഴപ്പമില്ല, അലീസക്ക് അറിയാലോ, മിണ്ടാണ്ട് ഇരിക്കോട്ടാ. ഓക്കെ അലീസ. ഹസീന പറയൂ. ഹസീനയാണ് റോജി എന്ന് വിചാരിക്കും, എങ്ങനെ പറയും? ഹസീന. I had married Shani in 2012. Before that, I had loved Benny in 2010. ഓ, ഇതേ സെന്റൻസ് തന്നെ. വർഷം പറയാൻ പറ്റൂല, വർഷം പറയാതെ പറയാമോ? അങ്ങനെ ഏറ്റു, പക്ഷേ വർഷം വേണ്ട. വർഷം ഞാൻ നിങ്ങൾക്ക് ഒരു കാലഘട്ടം മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. I loved Benny. When ഓക്കെ, കുഴപ്പമില്ല ഹസീന. അപ്പൊ ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അലീസ പറഞ്ഞു, സാർ ഇതിപ്പോ സാറ് പറഞ്ഞിട്ടുള്ളതാണ്. അലീസ ഞാൻ തന്നെയായിരുന്നു ഇര, അന്ന് തന്നെയായിരുന്നു എക്സാമ്പിൾ പറഞ്ഞത്. അന്ന് ഞാൻ തന്നെ അല്ലേ? ഈ എക്സാമ്പിൾ വരുമ്പോൾ മുഴുവനും ഞാനിന്ന് പ്രിയ പിടിച്ചാണ്, പക്ഷെ പ്രിയ മിണ്ടാതിരുന്നതുകൊണ്ട് അങ്ങനെ വന്നതാണ്. അലീസ പറഞ്ഞോളൂ. I had married Shani. Before that, I had loved Benny. I had loved Benny. ഒന്നുകൂടി നമുക്ക് എഡിറ്റ് ചെയ്യാണ്ട്. പറഞ്ഞോളൂ. ശനിക്ക് പറയാനുണ്ട് എന്തെങ്കിലും? പറഞ്ഞോ. ഇല്ല. Sir, I had loved Minnie before my marriage. Correct ആണോ? Before my marriage. ഓക്കെ. പരിഗണിക്കാം, നമുക്ക് പരിഗണിക്കാം. അലീസക്ക് കയ്യിലുണ്ടോ? ഉണ്ട് സർ. പേരെന്തൊക്കെയായിരുന്നു? പേര് 2010 മിനി, 2012 റോജി. റോജീനെയാണോ കല്യാണം കഴിച്ചത്? ശനി സമ്മതിക്കില്ലല്ലോ, കല്യാണം ശനീനെ. റോജീനെയാണോ ലവ് ചെയ്തത്? അത് തന്നെ. അപ്പൊ അലീസയാണ് റോജിനെ വിചാരിച്ചു. അപ്പൊ ഐ എന്ന് വെച്ച് പറഞ്ഞാൽ മതി. ഓക്കെ. I had loved Roji before I married Shani. യെസ്. റോജി എന്നുള്ളതിന് പകരം മിനി എന്നാക്കണമെന്നുള്ളൂ. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, ഇതാണ് ഇവിടെ നമുക്ക് വേണ്ടത്. അതായത് റോജി മിനിയെ സ്നേഹിച്ചു, ലൗഡ്, അത് കഴിഞ്ഞു പോയ സംഭവം. റോജി ശനിയെ വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞു പോയി. കഴിഞ്ഞു പോയ സംഭവമാണ്. അങ്ങനെ 2 പാസ്റ്റ് ഇൻസിഡൻസ് വരുമ്പോൾ അതില് ആദ്യം നടന്ന സംഭവം ഏതാണോ? ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് പറയും. അപ്പൊ ഇവിടെ മിനിയെ സ്നേഹിച്ചതാണോ റോജി ശനിയെ വിവാഹം കഴിച്ച ആദ്യം നടന്ന സംഭവം? മിനിയെ സ്നേഹിച്ചതല്ലേ? അപ്പൊ ഐ ഹാഡ് ലവ്ഡ്, അതാണ് കറക്റ്റ്. ബിഫോർ ഐ മാരീഡ് ശനി, I had loved മിനി. ഓക്കെ. ഇപ്പൊ നമുക്ക് പറയാം, ഞാൻ ചെന്നപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെന്നതാണോ ട്രെയിൻ പോയതാണോ ആദ്യം നടന്ന സംഭവം? ട്രെയിൻ പോയതല്ലേ ആദ്യം നടന്ന സംഭവം. By the time I reached the railway station, the train had left. No. By the time I reached the railway station, the train had left. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. യെസ്, ഇത് കിട്ടിയില്ലേ? ഇപ്പൊ 2 പാസ്റ്റ് ഇൻസിഡൻസ് വരുമ്പോൾ അതിൽ ആദ്യം നടന്ന സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, അലീസ രാംസിയുടെ വീട്ടിൽ ചെന്നപ്പോഴേക്ക് രാംസി പോയിട്ടുണ്ടായിരുന്നു. When I reached Ramsi's house, she had gone. അവൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അലീസ രാംസിയുടെ വീട്ടിൽ വന്നതാണോ രാംസി അവിടെ നിന്ന് പോയതാണോ ആദ്യം നടന്നത്? പോയതല്ലേ ആദ്യം നടന്നത്. അതുകൊണ്ടല്ലേ അലീസക്ക് കാണാൻ പറ്റേണ്ടത്. അപ്പൊ ആദ്യം നടന്ന വെർബിന്റെ കൂടെ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും രണ്ടാമത് നടന്ന സംഭവത്തിന്റെ കൂടെ
സിമ്പിൾ പാസ്റ്റിന് പറയാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് നമ്മൾ വെർബ് സിസ്റ്റം പഠിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് നോക്കാം. ശരി ഭാഗ്യമുണ്ടെങ്കിൽ അന്ന് ശരി തന്നെ ആയിരിക്കും എക്സാമ്പിളിൽ കയറി വരാം. ഓക്കെ 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 ഓക്കെ. The train had left എന്നല്ലേ വരിക? ഹാഡ് ലെഫ്റ്റ്. LEAVE ലീവ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ലെഫ്റ്റ് ആണ്. LEFT. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് ഹാഡ്, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഇനിയിപ്പോ നമുക്ക് രണ്ട് പാസ്റ്റ് ടെൻസ് ഇല്ലാണ്ട് പറയണ്ട. ഐ ഹാഡ് ഗോൺ ടു ഡൽഹി. ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു. യു ഹാഡ് സീൻ മീ. നീ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് മിസ്റ്റേക്കൻ മീ. അവൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. കേട്ടോ, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പറഞ്ഞോളൂ ശനി, ഹാഡ് വരുന്ന രണ്ട് മൂന്ന് വാചകം എന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട്. I had പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഹാഡ് കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഐ ഹാഡ് go to church. യെസ്, ചെറിയൊരു കല്ല് കഴിച്ചു. ഗോ പെർസെന്റേജ് ആണ്. ഇതിന്റെ മൂന്നാമത്തെ ഫോം പറഞ്ഞത് Gone. ഐ ഹാഡ് ഗോൺ ടു ചർച്ച്. കറക്റ്റ്. I had watched the movie. കറക്റ്റ്. ഇതിനകത്ത് ഹാഡ് മാത്രമേ ഉള്ളൂ. നേരത്തെ വന്നപ്പോ നേരത്തെ സ്വപ്നം ചോദിച്ച പോലെ ഹാസും ഉണ്ടായി ഹാവും ഉണ്ടായി. അപ്പൊ ഏതിന്റെ കൂടെ വരുന്നത് കൺഫ്യൂഷൻ വരും. ഇവിടെ ആ കൺഫ്യൂഷൻ ഇല്ല. കാരണം എന്തുള്ളൂ, ഹാഡ് വരും. ഹാഡ് മാത്രമേ ഉള്ളൂ. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. സിംഗുലർ ആയാലും ഹാഡാണ്, പ്ലൂറൽ ആയാലും ഹാഡാണ്, എന്തിന്റെ കൂടെ ഹാഡാണ്. ഓക്കെ, വേറെ കൂടി പറഞ്ഞോളൂ ശനി. They had visited to a new place. Yes. Okay, they have visited the zoo. ഞാൻ ആ ന്യൂ പ്ലേസ് മാറ്റിയിട്ട് സൂ അല്ലെങ്കിൽ കാശ്മീർ. ഓക്കെ, പിടികിട്ടി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഹസീന, വേറെ എക്സാമ്പിൾ പറഞ്ഞ് ഹാഡ് വരുന്നോ? I had finished my work. I had finished my work before my class started. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നോക്കി പിടിക്കട്ടെ ആയിട്ടുണ്ട്. ഹസീന പറഞ്ഞത് ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക് ബിഫോർ ദ ക്ലാസ് സ്റ്റാർട്ടഡ്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഞാൻ എന്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ് ആരംഭിച്ചതാണോ വർക്ക് ഫിനിഷ് ചെയ്താണ് ആദ്യം നടന്നത്? വർക്ക് ഫിനിഷ് ചെയ്തതല്ലേ? അവിടെ കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് ഹാഡ് വെച്ച് പറഞ്ഞു. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് ഹസീന യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്. ഓക്കെ, കണ്ടിന്യൂ. My father had gone to work before I woke up. വെരി ഗുഡ്. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കി, ഞാൻ എഴുന്നേറ്റതാണോ എന്റെ അച്ഛൻ ജോലിക്ക് പോയതാണോ ആദ്യം നടന്നത്? ആദ്യം നടന്നത് ജോലിക്ക് പോയതല്ലേ? കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. പോരട്ടെ, ഐറ്റം പോരട്ടെ. She had cleaned the room before her friends came. Yes, before her friends came. അവളുടെ കൂട്ടുകാർ വരുന്നതിന് മുമ്പ് അവൾ മുറി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ് ഹസീന, വെരി ഗുഡ് വെരി ഗുഡ്. കെന്നഡിയുടെ പോരട്ടെ. Yes, sir. I had finished my work before the guest came. Yes, correct. Very good. ഗസ്റ്റ് വരുന്നതിന് മുമ്പ് ഞാൻ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. I had driven a car yesterday. Yes, correct. I have driven the car yesterday. We had eaten breakfast at 10 a.m. Yes, correct. I had cooked dinner before my husband came. Yes, correct. ഭർത്താവ് വരുന്നതിന് മുമ്പ് ഞാൻ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. I had watched a comedy movie yesterday. Yes, correct. ഇന്നലെ ഞാനൊരു കോമഡി മൂവി വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു ഹാഡ്. അപ്പൊ പറയാ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലാത്തതുമായ ചില സംഗതി ഉണ്ടാവും. ചിലപ്പോൾ മുമ്പ് നമുക്കൊരു കാർ ഉണ്ടായിരുന്നു, പിന്നെ അത് വിറ്റു, ഇപ്പൊ ഇല്ല. അപ്പൊ ഐ ഹാഡ് എ കാർ. കറക്റ്റാണ്. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. കണ്ടിന്യൂ.
I had packed my bags. Yes. അത്രേ ഉള്ളൂ സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് കന്നഡി, വെരി ഗുഡ്, വെരി. അലീസ, യെസ്, അലീസ നല്ല കൃത്യമായിട്ട് ഓർമ്മിച്ച് പറഞ്ഞു, പണ്ട് ഇത് പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള പറഞ്ഞു. ഓക്കെ അലീസ, പോരട്ടെ. സാർ എനിക്ക് രണ്ടെണ്ണം എഴുതാനാ സമയം കിട്ടിയുള്ളൂ. മതി മതി, എന്തിനധികം പറഞ്ഞോളൂ. നമുക്ക് I had written a story. യെസ്, കറക്റ്റ് ആണ്. ഐ ഹാഡ് റിട്ടൺ എ സ്റ്റോറി. ഞാൻ വിചാരിച്ചത് വേറെ പോകുന്നു. ആ ഓക്കെ. They had eaten chicken before I came. യെസ്, they had eaten chicken before I came. കറക്റ്റ് ആണ്. ഞാൻ എഴുതിയുള്ളൂ. യെസ്, ഓക്കെ ഓക്കെ. ചിക്കൻ ചുറ്റുപറ്റി കിടക്കരുത്. ഓക്കെ ഓക്കെ ഓക്കെ. റാംസി പറയൂ. Sir. പറഞ്ഞോളൂ. She had left the house. She had left the house. Correct. Before I came എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയി. കുറച്ചൊരു പൈലിയായി. ഞാൻ വരുന്നതിന് പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. They had gone to the beach. Yes, they had gone to the beach. The train had left before we reached the station. Very good. He had forgotten his keys at home. Yes, forgotten. Forgotten. Okay, അത്ര എഴുതിയുള്ളൂ സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റാൻഡേർഡ് ആയിരുന്നു. സൈബ പറയൂ. Sir, I had locked the door Yes. before cleaning the room. Correct. Answer. He had eaten breakfast. Correct. I had called her. Correct. She had cooked dinner. Yes. Correct. I had finished my homework before the English online class. എന്താ ലൈവ് ആയിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ ലൈവ് ആയിരിക്കും. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത്ര ഉള്ളത്. ഇതിലധികം ഇത് പോരെ. യെസ്, സ്വപ്ന പറയൂ. ആലോചിക്കുകയാണ് സാറേ, അങ്ങോട്ട് കിട്ടുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. I had read a new book. Yes, I had written new book. Correct. Written, it's okay. They had a big mistake. They had made അപ്പൊ make, made, made. They had made a big mistake. അവരൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിക്കുകയായിരുന്നു. I had reached their house. Yes. കറക്റ്റ് ആണ്. വേണമെങ്കിൽ അവിടെ നിന്ന് വീണ്ടും പോവാം. ഓക്കെ. I had reached their house before I entered. അല്ല, before I അല്ല. അല്ല, അത് നോക്കേ, അങ്ങോട്ട് പോകണം. വെറുതെ ഒരു സാധനം ബിഫോർ സൺസെറ്റ്. സൺസെറ്റിന് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ട് പാസ്റ്റൻസ് ആണെങ്കിലും മാത്രം പാസ്റ്റ് പെർഫെക്റ്റും ചിന്തിച്ചാൽ മതി. അല്ല, ചിലപ്പോ ഈ പാസ്റ്റ് പെർഫെക്റ്റും ചിലപ്പോ വേറൊരു ടൈം ആയിരിക്കും പറയുന്നത്. ഓക്കെ. ഓക്കെ സ്വപ്ന, വെരി ഗുഡ്, വെരി ഗുഡ്. സനിത പറയൂ. I had locked doors. Yes, I had locked the doors. She had finished homework. ഹോംവർക്ക് കയറി കളിക്കുകയാണ് കേട്ടോ. സൈബിന്റെ അടുത്തുണ്ടായിരുന്നു, സനിതയുടെ അടുത്തുണ്ടായിരുന്നു. എസിന്റെ കൂടെയാണ് ഹോംവർക്ക്. ഓക്കെ. I had already eaten. I had already eaten. He had packed bags. Yes, bag or bags, no problem. She had washed hands. Yes, correct. അത്രയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സരിത, പ്രിയ ജോയി, ഇനി ഒരാളും കൂടെ ഉള്ളൂ. Okay, I had trusted him a lot before marriage. Oh, very good, very good. I had prepared payasam before my children came back from school. Very good, very good. സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ പായസം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. Yes, ആരുടെ ബർത്ത്ഡേ ആണ് പ്രിയ?
എൻ്റെ ബർത്ത്ഡേ ആണ്. യെസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള മെനി മെനി റിട്ടേൺസ് ഓഫ് ദിസ് ഡേ. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എനിക്കത് കറക്റ്റ് ആയിട്ട് പറയാനും എനിക്കത് ചോദിക്കാനും തോന്നിയില്ലേ? യെസ്. അപ്പോൾ രേവതി വക ആശംസ ആദ്യം എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. യെസ്. ഓക്കെ പ്രിയ. ഓക്കെ. Then she had finished her work. കറക്റ്റ്. They had practiced skating. യെസ്. കറക്റ്റ്. He had paid the bill. കറക്റ്റ്, കറക്റ്റ്. അതല്ല സെൻസ്. ഷീ ഹാഡ് പെയ്ഡ് ദ ബിൽ. ഓക്കെ, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് പ്രിയ. ഷെനി റോജി വക ആശംസയും വന്നിട്ടുണ്ട്. രേവതി പറയും. I have gone to temple before my child. Wake on a wake. Walk. Walk up. Yes. Okay, okay. I had completed the work before my boss came. Yes, correct. They had gone for a picnic before the monsoon. Yes, correct. Before the sunset എന്ന് പറഞ്ഞ പോലെ മൺസൂൺ ആക്കി. Yes. Manu had dragged the car for long traffic. Yes, correct. We had finished the work before the month end. Yes. Okay, okay, okay. We had finished the work. Okay, okay, okay. ഞാനും ഫിനിഷ് ചെയ്തു അല്ലേ രേവതി? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തോ ഇതുവരെ 12 ടെൻസ് ഇല്ലേ, അതിന്റെ ഫോം ഒന്ന് പറഞ്ഞുതരും മൊത്തത്തില്. സബ്ജക്ട് പ്ലസ് ആ ഒരു ഫോം ഉണ്ടല്ലോ 12 ടെൻസിന്റെ. രേവതി പറഞ്ഞിട്ട് കട്ടായി പോയി, ഒന്നും ക്ലിയർ ആയില്ല. നമ്മുടെ 12 ടെൻസ് ഇല്ലേ, ആ ടെൻസിന്റെ ഫോം എന്ന് പറഞ്ഞത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് എന്നുള്ള അതില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ? അല്ല, മൊത്തത്തിൽ 12 ടെൻസിന്റെ. അതാണ്. അത് നമുക്ക് അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്. വെർബ് സിസ്റ്റം പറഞ്ഞ ചാപ്റ്റർ വരുന്നുണ്ട്. അതിനകത്ത് അതാണ് മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അത് ഒരു ദിവസം ഒരെണ്ണം വെച്ചെടുക്കുള്ളൂ. 12 എണ്ണത്തിനെ നമ്മൾ പറയും. ഓക്കെ. 12 ടെൻസിനെ കൊണ്ടും നിങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ഓരോ സംഭവങ്ങൾ പറയിപ്പിച്ചിട്ട് ഞാൻ ഇടങ്ങും കേട്ടോ. യെസ്. പണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എത്രയോ പേരെ കാണായിരുന്നു. ഇപ്പൊ നോക്കി 3, 6, 7, 10 പേര്. ഒരാള് ഞാൻ 4 പേർക്ക് തുല്യമായിട്ട് കണക്കാക്കിയാണ്. അപ്പൊ 10 × 4 എത്ര പേരുണ്ട് രേവതി? 40 പേരുണ്ട് വിചാരിക്കാം അല്ലേ? എല്ലാരും ടീച്ചിങ് പ്രാക്ടീസിന് പോയി, ഇന്റേൺഷിപ്പിന് പോയി. ഓക്കെ, ഓക്കെ, ഓക്കെ. ചിലപ്പോ ഒരു ക്ലാസ്സിൽ കാണുന്നുണ്ടാവും, അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ നോക്കുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോ ലാസ്റ്റ് MT-17 പരീക്ഷ വന്നപ്പോ അങ്ങനെ കുറച്ച് പേരുണ്ടായുള്ളൂ പരീക്ഷ എഴുതാനായിട്ട്. 10-25 പേരോളം ഉണ്ടായിരുന്നു. പക്ഷെ 16 കുറെ അധികം പേരുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോകുമല്ലോ. യെസ്, സംഭവിച്ചായിരിക്കും. യെസ്. അപ്പൊ ഞാൻ ഇതോടുകൂടി ഈ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതി അവസാനിപ്പിക്കുകയാണ്. ഇനി പാർട്ടിസിപ്പിൾ ഇല്ല. നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചും പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ കുറിച്ചും അതിന്റെ 2 തരത്തിലുള്ള അഡ്ജക്റ്റീവായിട്ടും വെർബായിട്ടും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. യെസ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ ചോദിച്ചോളൂ. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയൂ. ക്ലോസ് ചെയ്യാം. ഇല്ല എങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. We will meet in the next class. Till then, bye. See. Thanks, sir. Thank you, sir. Thank you, sir. Okay. Should